ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് എല്ലാവരും കൂടി പോകുന്നത് കോയമ്പത്തൂർക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളതേ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളതൊരു ഓട്ടോക്ക് വിളിച്ചിട്ട് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9:10 ഞങ്ങളുടെ ട്രെയിൻ വരിക. അപ്പോൾ ഞങ്ങളതേ അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അസൈൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. അപ്പോൾ ഞങ്ങളതേ ഒരു അപ്പർ ബ്രിഡ്ജ് ഉണ്ട്, അപ്പോൾ അതിൽ കൂടി അപ്പുറത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം ട്രെയിൻ വന്നിട്ട് ഞങ്ങൾ നേരെ ട്രെയിനിലേക്ക് കയറി. ഞങ്ങൾ സീറ്റൊക്കെ ഉണ്ടാകും. ഞങ്ങൾ നോർമലി ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ നേരത്തെ ബുക്കിങ് കാര്യങ്ങളൊന്നും ചെയ്തൊന്നുമില്ല. കാരണം ആക്ച്വലി ഈ ഒരു സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് വിശക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായ ഞങ്ങൾ മേടിച്ചു. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇടപ്പള്ളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സ്നാക്സ്, ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടൊക്കെ ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ അവരിരുന്നൊരു ബിങ്കോ പാക്കറ്റൊക്കെ മേടിച്ച് കഴിച്ചു. അതിന് ശേഷം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ, എന്താ പറയുക, പറയത്തക്ക രീതിയിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് പാലക്കാട് ആ ഒരു ഏരിയ എത്തിയപ്പോഴാണ് നമുക്ക് ഇതേ ഉണ്ടോ ഈ കാണുന്ന പോലെയൊക്കെ ഒരു വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. കാരണം നല്ല രസമായിരുന്നു. ഇങ്ങനെ പാടങ്ങളും കുന്ന് മല അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു. വളരെ രസമായിരുന്നു കേട്ടോ ട്രെയിൻ യാത്ര. ആക്ച്വലി തന്നെ ഫസ്റ്റ് ട്രെയിൻ യാത്രയാണ്. ഞാൻ ഇതിക്ക് മുന്നേ ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിലും ബസ്സിനാണ് പോയേക്കുന്നത്. ഇങ്ങനെയൊരു ട്രെയിൻ, എന്താ പറയുക, ട്രെയിൻ യാത്ര ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പാലക്കാടൊക്കെ എത്തിയപ്പോൾ ആനനൊക്കെ ഉണ്ട്, അതേപോലെ മയിൽ, അതിനെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. കുറേ കഴിഞ്ഞപ്പോൾ നല്ല രീതിക്ക് ടയേർഡായി. ഒരു 12:30 ആയപ്പോൾ ഞങ്ങൾ നേരെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിനുശേഷം ഞങ്ങൾ നേരെ ടാക്സി ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ നേരെ അച്ചമ്മനെ കൂട്ടിയിട്ട്, അതായത് ഞങ്ങൾ അച്ചമ്മനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോയത്. പോകണമൊക്കെ അല്ലേ, ജസ്റ്റ് ഒരു ട്രിപ്പ് ആവുമല്ലോ എന്ന് കരുതിയാണ് പോയത്. അതുകൊണ്ടോ ഇതേപോലെ ഒരു ഏരിയയിലായിരുന്നു അച്ചമ്മ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അച്ചമ്മനെ കൂട്ടിയിട്ട് പോരണം, പുറത്തേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു ഞങ്ങൾ. അപ്പോൾ അധികം നേരം അവിടെ ഞങ്ങൾ നിന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു. വേഗം ഞങ്ങൾ ഇതേപോലെ ഒരു ടാക്സിയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ അച്ഛമ്മ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. നല്ല രീതിക്ക് ചൂടായിരുന്നു. നല്ല ചൂടെന്ന് വെച്ചാൽ അതേപോലത്തെ ചൂടായിരുന്നു കോയമ്പത്തൂർ. അതുകൊണ്ടോ ഞാൻ ഇതേപോലെ ഒരു സ്പെക്സ്, ആക്ച്വലി ഒരു പരിപാടിക്ക് വേണ്ടി മേടിച്ച സ്പെക്സാണ്. അപ്പോൾ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ പറയണ്ടായിരുന്നു വണ്ടിയിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇറക്കി വിടാമെന്നില്ല. അതിനുശേഷം അമ്മ എടുത്ത് വെച്ച്. അപ്പോഴാണ് ഒരു വൈബായത്. അതിനുശേഷം ഒരു മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു. ആക്ച്വലി അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ശ്രീദേവി എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിൻ്റെ അടുത്തേക്ക്. ഇത് കണ്ടോ ഞങ്ങൾക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ എങ്ങനെയൊക്കെയോ തേടി പിടിച്ചൊക്കെ അവിടെ എത്തി. അതിനുശേഷം ഞങ്ങളത് ഇതേപോലെ ആ കടയുടെ പുറത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. സംഭവം രസമായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല, ആ ഒരു വൈബാകുമ്പോൾ നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇത് കണ്ടോ നല്ല ക്ലോത്തിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവ് തന്നെയായിരുന്നു. ഈ ഒരു സാരിക്കൊക്കെ ഏകദേശം 300 രൂപ അത്രയൊക്കെ റേഞ്ചേ വരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ പട്ടോടയും ബ്ലൗസൊക്കെ തയ്പ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ടോപ്പുകളായാലും XXL, മീഡിയം, അങ്ങനെ ഒരു പ്രൈസ് റേഞ്ച്, അതേപോലെ തന്നെ സൈസ് വൈസൊക്കെ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടം പോലെ ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് വില കുറവാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, ഞങ്ങൾക്ക് ഫുഡാണ് നല്ലൊരു കോസ്റ്റ്ലി ആയിട്ട് തോന്നിയത്. ഇപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ കയറിയപ്പോഴൊക്കെ നല്ലൊരു ഇതായിരുന്നു. പിന്നെ അതിന് ശേഷം അവരുടെ എൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, സെയിം തന്നെ ശ്രീദേവി എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് വെഡ്ഡിങ് പർച്ചേസ് കാരണം നടക്കുക. കണ്ടോ എനിക്കൊരു സാരി ഭയങ്കര ഇഷ്ടമായൊരു സാരിയാണ്, ഒരു മയിൽപ്പീലി ഷെയ്ഡ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ വെച്ചൊക്കെ നോക്കുകയാണ്, കല്യാണമൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് വന്ന് എടുക്കാമല്ലോ എന്നൊക്കെ ഉള്ളൊരു രീതിയിലും. ഇതുണ്ടോ നമ്മളിങ്ങനെ എടുത്താലും അവർ നമ്മളോട് ഇന്നത് വേണം അങ്ങനെയൊക്കെ ഒന്നുമില്ല, നമുക്ക് പർച്ചേസ് ചെയ്യാം, പിക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയി ബില്ല് ചെയ്താൽ അങ്ങനെ. പിന്നെ അതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു റെൻ്റൽ ജ്വല്ലറി ഇട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർ പറഞ്ഞു കല്യാണമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മാലയൊക്കെ ഒന്നും എടുത്ത് ക്യാഷ് കളയണം, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരത്തേക്ക് വേണ്ടിയില്ല അങ്ങനെ എടുക്കാമെന്ന്. എൻ്റെ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം കണ്ടോ ഇതേപോലെ ഒരു കുട്ടി, മീൻസ് ആ ഒരു ഏരിയയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്, അവരെ കുട്ടിയാണ് കേട്ടോ.
കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടാണ്. അങ്ങനെ ഞങ്ങളെടുത്തു, അവനൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ തിരിച്ച് ഒരു നൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഫോൺ കേസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ അവൾക്ക് എന്താ ഫോൺ കേസ് വേണമെന്നുണ്ട്. ഞങ്ങളത് ഇതേപോലെ ഒരു ബട്ടർഫ്ലൈയുടെ ഫോൺ കേസ് മേടിച്ചു. 40 രൂപ ആയുള്ളൂ ആക്ച്വലി അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ക്കാണ് കേട്ടോ. 50 രൂപ ആകെ വരുന്നുള്ളൂ, പക്ഷെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു മഞ്ചൂരി, അതായത് ഗോബി മഞ്ചൂരി റൈസാണ് കഴിച്ചത്. അതിനുശേഷം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ദൂരെയുള്ളൂ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഞാൻ ചെയ്തോ ഫില്ലായി, അവരിരുന്ന് കഴിഞ്ഞപ്പോൾ ഓട്ടോ ഷെയർ ഫില്ലായി. അപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത്, അപ്പോൾ ആ ഡ്രൈവർ പറയുകയാണേ വേറെ ഓട്ടോ വിളിക്കാം. ഞങ്ങൾ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ചേട്ടൻ ഇത്തിരി നീങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാനാണ്ട് ഡ്രൈവറുടെ കൂടെ ഇരുന്നിട്ടാണ് ഗൈസ് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ തുമ്പിയാണ് ബാക്കിലിരുന്ന് വീഡിയോ എടുക്കുക. സംഭവം കോമഡി ആയിരുന്നിട്ട്. അയാളും പ്രതീക്ഷിച്ചില്ല, പക്ഷേ നമുക്കങ്ങനെ ബാഡ് ബിഹേവിയറോ കാര്യങ്ങളോ ഒന്നും അയാളുടെ അടുത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. രസമായിരുന്നു കേട്ടോ. അയാൾ ഓർത്തിട്ടുണ്ടാവും എന്താണാവോ ഇങ്ങനെയൊക്കെയെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. കണ്ടോ, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഉള്ള തിരക്കാണ്. ഈ കണ്ടതേപോലെ ക്യൂ ആയിരുന്നു, മുട്ടം പോസ്റ്റും. ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു 9:30 ആയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. നമ്മൾ ട്രെയിൻ വരിക 10:40 എന്നാണ് പറഞ്ഞത്, പക്ഷെ അതിലും വൈകി ഒരു 11:15 ആയപ്പോഴാണ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതുവരെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളിത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇവർക്ക് വിശന്നിട്ട് ഞങ്ങളൊരു ബിരിയാണി മേടിച്ചു. ബിരിയാണി ആണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ബിരിയാണിയുടെ ആ ഒരു ഇതൊന്നും ഇല്ല. ട്രെയിനിലത്തെ ഫുഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു റേഞ്ചിലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇതേപോലെ പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അച്ചമ്മയും കൂടി ഇപ്പുറത്തിരിക്കുന്നുണ്ട്. അച്ചമ്മ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് ടയേർഡായി. തുമ്പിയുടെ മുഖമൊക്കെ കണ്ട് തുമ്പിയൊക്കെ ആകെ ഷോക്കായി. മീൻസ് അത്ര നേരം ഫുഡ് നമുക്ക് അത്ര രീതിയിലൊരിതായില്ല. നമ്മൾ ആ ഒരു കോയമ്പത്തൂരിൽ നിന്ന് കഴിച്ചൊരു ഫുഡായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല നൈറ്റ്. പക്ഷെ എന്നാൽ അതുവരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ ചോറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ നാട്ടിലത്തെ പച്ചരി പോലെയൊക്കെയുള്ളൊരു ചോറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതേപോലെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലേക്ക് വന്ന് മീൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇതൊക്കെയായിരുന്നു. ഞങ്ങൾ നേരെ തിരിച്ച് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് എറണാകുളത്തെത്തി. അവിടെ ഞങ്ങൾ നേരെ ഓട്ടോ വിളിച്ച് ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഓണമൊക്കെ ആയതിൻ്റെ തിരക്കൊക്കെ ആയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രെയിനിൽ. എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്